ഈ ആഫ്രിക്കൻ വെണ്ട ഒഴിച്ചിട്ട് ഇവിടെയുള്ള മിക്കവാറും സാധനങ്ങൾക്കെല്ലാം ഇത്തിരി നീളക്കൂടുതലാണ്. ഈ ചേച്ചി എവിടെ ഇരുന്നിട്ട് ആഫ്രിക്കൻ ഒക്കറ അരിയുന്ന കണ്ടപ്പോ ഞാൻ കരുതി വല്ല തോരനോ മെഴുക്കുരട്ടിയോ വല്ലതും വെക്കാനായിരിക്കും. എന്താ ചേച്ചി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്താ ചാർക്കോൾ സ്റ്റൗവിന്റെ മുകളിൽ ഇരിക്കുന്ന ആ ഒരു പാത്രം തുറന്ന് കാണിച്ചു. പെട്ടെന്ന് നോക്കി ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പോയി കേട്ടോ. എന്ത് സാധനമാണോ ഈ പൊങ്ങി വരുന്നത് കണ്ടോ. എന്തൊക്കെയാണ് ചേച്ചി വേവിച്ചെടുക്കുന്നതെന്ന്. കോഴിയുടെ കാലിന്റെ പാദം, ബീഫ്, ചിക്കൻ, കാണ്ട എന്ന് പറയുന്നത് ബീഫിന്റെ സ്കിന്നാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വെച്ചതിന് ശേഷം ദാ ഇപ്പുറത്ത് ഉള്ളി അരിയാൻ തുടങ്ങി. ചിക്കനും ചിക്കന്റെ കാലും, ബീഫും ബീഫിന്റെ തൊലിയും ഇത്രയും പോരാഞ്ഞിട്ട് ദാ ഉണക്കമീനും വെള്ളത്തിലിട്ട് വെച്ച നല്ല പഴുത്ത മുളക് ദാ ഈ ഒരലിനകത്തൊട്ടിട്ട് അങ്ങോട്ട് ഇടി കൊണ്ട് ഒരു പരുവായപ്പോഴത്തേനും നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും കൂടി അതിനകത്തൊട്ടിട്ട് നന്നായി ഇടിച്ചു. ഞാൻ കരുതി ഇതോടുകൂടി ഇടി തീർന്നു. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ വെണ്ടയ്ക്ക് എടുത്ത് നന്നായി ഇടിച്ചൊന്ന് ചതച്ചെടുത്ത്. ഇവിടെയുള്ള സാധാരണക്കാർ ഈ മിക്സർ ഗ്രൈൻഡർ ഒന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ. ഇതുപോലുള്ള ചെറിയ ഒരലില്ലാത്താണ് ഇടിച്ചെടുക്കുന്നത്. ഈ കാണുന്ന സാധനമാണ് ഒഗ്രി. എള്ളുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആടി അങ്ങനെ അതും ഒന്ന് ഇടിച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് ദേവന്നവരുടെ ഫേവറേറ്റ് മസാല മാഗി ക്യൂബ്. ആദ്യം നമ്മൾ തിളപ്പിച്ച ആ നോൺ വെജ് ഐറ്റംസ് എല്ലാം കൂടെ അങ്ങോട്ട് കോരി വെച്ചിട്ട് ആ വെള്ളത്തിലോട്ട് തന്നെ ഒരു ഇത്തിരി മാഗി ക്യൂബും അങ്ങോട്ട് നേരത്തെ ഇടിച്ചു വെച്ചിരുന്ന ഒഗ്രിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് അതൊന്ന് നന്നായി തിളച്ചു വന്നപ്പോഴത്തേനും നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ ഉണക്കമീനും പുഴുങ്ങി വെച്ചിരുന്ന നോൺ വെജ് ഐറ്റവും ഇടിച്ചു വെച്ചിരിക്കുന്ന മുളകും വെണ്ടയ്ക്കയും എല്ലാം കൂടെ ചേർത്ത് ഒന്നാഞ്ഞ് ഇളക്കി അടച്ചങ്ങ് വെച്ച്. ഏതായാലും ഐറ്റം വെണ്ടയ്ക്ക ആയതുകൊണ്ട് അവസാനം നല്ല കൊഴുകൊഴുത്ത കറിയായി. ഈ കറിക്ക് ഇവര് ഒക്രാ സോസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒക്രാ സോസിന്റെ കൂടെ നല്ല ചൂട് ഫുഫുവും കൂടെ ചേർത്ത് തിന്നു കഴിഞ്ഞാൽ രാവിലെ കക്കൂസി പോയി ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി, സിർന്നങ്ങ് പോയി. കോൺസ്റ്റിപ്പേഷൻ ഒന്നും വരത്തില്ല, വയറിന് നല്ലതെന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത്. ഏതായാലും പുതിയൊരു ആഫ്രിക്കൻ വിശേഷമായി വീണ്ടും കാണാം.